ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വൈജയന്തിയുടെ നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ബാലൻ. ഇത് കണ്ട് ഭയത്തോടു കൂടി നിൽക്കുകയാണ് അലീന. ബാലൻ ചോദിക്കുന്നു, നിനക്കറിയാമോടി ഈ നിൽക്കുന്നവൾ ആരാണെന്ന്? അറിയില്ല. ഭയത്തോടു കൂടി വൈജ പറയുന്നു, സർവന്റ് അലീന. അപ്പോൾ ബാലൻ പറയുകയാണ്, നീ അറിയാതെ പോയി, പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അറിയണ്ടേ? വേണ്ടേ? ആഗ്ര കണ്ടോൺമെന്റ് ഓർമ്മയുണ്ടോ നിനക്ക്? അവിടെ വെച്ച് നീ പ്രണയിച്ച് സഹവസിച്ച ക്യാപ്റ്റൻ സ്റ്റാലിനി. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അലീന. ബാലൻ പറയുന്നു, പ്രേമിച്ച് സഹവസിച്ചെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എവിടെ പോകുന്നു? ഇവിടെ നോക്ക്. എന്റെ മുഖത്ത് ഇതുവരെ നോക്കിയ കാപട്യത്തിന്റെ നോട്ടമല്ല, ശരിക്കും നോക്ക്. എല്ലാ അർത്ഥത്തിലും ക്യാപ്റ്റൻ സ്റ്റാലിനിയോട് സഹവസിച്ച നീ വൈജയന്തി എന്ന് പേരുള്ള ചതിയുടെ സ്ത്രീ രൂപം, വഞ്ചനയുടെ പര്യായം. നെയ്യാറ്റിൻകരയിലെ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ വെച്ച് പ്രസവിച്ച പെൺകുഞ്ഞ ഈ നിൽക്കുന്നത്. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ അലീനയെ നോക്കുകയാണ് വൈജയന്തി. അലീനയും ഞെട്ടി വൈജയന്തിയെ നോക്കുന്നു. ബാലൻ പറയുന്നു, നിന്റെ മകൾ. അലീനയും വൈജയന്തിയും കണ്ണു നിറഞ്ഞ സ്നേഹത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. വൈജയന്തിയുടെ നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് ബാലൻ പറയുന്നു, ഒരുപാട് അങ്ങോട്ട് നോക്കണ്ട. ഇത്രയും നാൾ നിന്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും കാണാത്ത കാഴ്ചയൊന്നും ഇനി നീ കാണണ്ട. സമയമില്ല, വിചാരണ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി വിധി, മരണശിക്ഷ വിധിച്ചിരിക്കുന്നു നിനക്ക്. അങ്ങനെ വൈജയന്തിയുടെ നേരെ തോക്കു ചൂണ്ടിയിട്ട് തോക്ക് അലീനയുടെ നേരെ ചൂണ്ടുകയാണ് ബാലൻ. അലീനയും വൈജയന്തിയും ഭയത്തോടുകൂടി നിൽക്കുന്നു. ബാലൻ അലീനയോട് പറയുന്നു, നിനക്കറിയാമായിരുന്നു ഇത് നിന്റെ അമ്മയാണെന്ന് അല്ലേ? കരഞ്ഞുകൊണ്ട് അലീന പറയുന്നു, ഊവ്. ഇത് കേട്ട് ഞെട്ടി കണ്ണു നിറങ്ങി നിൽക്കുകയാണ് വൈജയന്തി. ബാലൻ പറയുന്നു, അത് മറച്ചു വെച്ച് നീ ഇവിടെ ഭംഗിയായിട്ട് അഭിനയിച്ചു. മിടുക്കി. നിനക്ക് ഞാൻ മരണശിക്ഷ തന്നെ വിധിക്കുക, ഇവളുടെ മകളായിട്ട് ജനിച്ച കുറ്റത്തിന്. അയ്യോന്നും പറഞ്ഞ അലീന കരയുമ്പോൾ വൈജയന്തിന്റെ നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് ബാലൻ പറയുന്നു, നിന്റെ അഹങ്കാരം, നിന്റെ പുച്ഛം, നിന്റെ നിന്ന, നിന്റെ ജാട എല്ലാം ഇവിടെ തീരുവ ഒറ്റ സെക്കൻഡിൽ. ഇത് കേട്ട് വിഷമത്തോടുകൂടി വൈജയന്തി അലീനയെ നോക്കുകയാണ്. വൈജയന്തിയുടെ നെറ്റിയിലേക്ക് തോക്കു വെക്കുകയാണ് ബാലൻ. ഇത് കണ്ട് ഞെട്ടി ഭയത്തോടുകൂടി അലീന ഉറക്കെ പറയുന്നു, അയ്യോ വേണ്ട. ബാലൻ വൈജയന്തിയെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉറക്കെ അമ്മയെന്ന് വിളിക്കുകയാണ് അലീന. ഇത് വൈജയന്തിയുടെ ഫോട്ടോയിലേക്ക് തോക്കു ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ബാലൻ സ്വപ്നം കാണുന്നതാണ്. തുടർന്ന് മദ്യക്കുപ്പിയും ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളം ഒക്കെ എടുത്തോണ്ട് വന്ന ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് ഇരുന്ന് മദ്യപിക്കുകയാണ് ബാലൻ. ഇത് കണ്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ സംശയത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് അലീന. തുടർന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്ന അലീന പറയുന്നു, സാറ് വന്നിട്ടുണ്ട് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി ചോദിക്കണ, ആര്? ബാലചന്ദ്രനോ? ടെൻഷനോടുകൂടി അലീന പറയുന്നു, മുത്തശ്ശി എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കണ, അതിന് നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? ബാലചന്ദ്രനെ വിളിച്ചേ, ഞാൻ വിളിക്കുന്നു എന്ന് പറ. അലീന പറയുന്നു, അത് സാർ അവിടെ ഇരുന്ന് കുടിക്കുവാണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന പറയുന്നു, ഡൈനിങ് ടേബിളില് കുപ്പിയും ഗ്ലാസും എല്ലാം ഉണ്ട്. ഇവിടുന്ന് പോയപ്പോഴത്തെ സാർ അല്ല മുത്തശ്ശി, എനിക്ക് പേടിയാകുന്നു. മുത്തശ്ശി പറയുന്നു, നീ ചെന്ന് അവനോട് പറ ഞാൻ വിളിക്കുന്നു എന്ന്. ചെല്ലു കുഞ്ഞെ. അലീന മടിച്ചു നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, ചെല്ലു മോളെ, നീ എന്തിനാ പേടിക്കുന്നത്? അവൻ അങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ലെന്നേ. ഇത് കേട്ട് അലീന അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഈശ്വര, അവൻ അങ്ങനെ കുടിയൊന്നും ഇല്ലാത്തവനാണല്ലോ. ഭയത്തോടുകൂടി ബാലന്റെ അരികിലേക്ക് വന്ന അലീന സാറെന്ന് വിളിക്കുമ്പോൾ ബാലൻ ചോദിക്കുന്നു, ഏത് സാറ്? ആരുടെ സാറ്? ഞാനാണോ സാറ്? അലീന പറയുന്നു, മുത്തശ്ശിക്ക് കാണണമെന്ന് പറയുന്നു. ബാലൻ പറയുന്നു, മുത്തശ്ശി മനസ്സിലായി, ബാലചന്ദ്രൻ ബിസിയാണെന്ന് പറ, ചെന്ന് പറ. അലീന പറയുന്നു, അങ്ങോട്ട് ചെല്ലാമോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ ബാലൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ്. അരികിലേക്ക് വന്ന ബാലനോട് മുത്തശ്ശി ചോദിക്കുന്നു, നിനക്ക് എന്തോ പറ്റിയതാ ബാല? ബാലൻ പറയുന്നു, ഇനി പറ്റാനൊന്നും ബാക്കിയില്ല, എല്ലാം പറ്റിക്കഴിഞ്ഞു. മുത്തശ്ശി ചോദിക്കുന്നു, നീ എവിടെ പോയതായിരുന്നു? നിനക്ക് നല്ല സുഖമില്ലേ? നിന്റെ മുഖം കണ്ടിട്ട് എന്തോ പോലെ ഇരിക്കുന്നല്ലോ. നീ കള്ളു കുടിക്കുകയായിരുന്നോ ബാലചന്ദ്ര? ബാലൻ പറയുന്നു, അതെ, അത് കള്ളല്ല, അമൃത. ബാലചന്ദ്രൻ അമൃത കുടിക്കുന്നു എന്ന് വിചാരിച്ചാ മതി, പോട്ടെ. അങ്ങനെ ബാലൻ അവിടെ നിന്ന് പോകുമ്പോൾ അലീന പറയുന്നു, മുത്തശ്ശി ദേ വീണ്ടും കുടിക്കാൻ പോകുക, ഇനിയിപ്പോ എന്താ ചെയ്യുക? മുത്തശ്ശി പറയുന്നു, ഇവൻ എന്താ കുഞ്ഞെ ഇങ്ങനെ? ഒരിക്കലും അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അവൻ ഇനിയും പോയിരുന്ന് കുടിച്ചാലോ മോളെ? അലീന പറയുന്നു, മാഡത്തിനെ വിളിച്ച് പറഞ്ഞാലോ? അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അവള് പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല. മോളെ, നീ ഒരു കാര്യം ചെയ്യ്, മനുവിനെ വിളിച്ച് വിവരം പറ. ബാലചന്ദ്രൻ തിരിച്ചു വന്നിട്ടുണ്ടെന്നും വന്നപ്പോൾ മുതൽ കുടിയാണെന്നും പറ. ദേ അവൻ പറഞ്ഞാൽ ബാലചന്ദ്രൻ കേൾക്കും. ദ ഫോൺ. അലീന ഫോൺ വാങ്ങിച്ച് മനുവിനെ വിളിക്കുകയാണ്. റൂമിലേക്ക് വന്ന ബാലൻ വീണ്ടും മദ്യപിക്കുകയാണ്. ശേഷം ദേഷ്യത്തോടുകൂടി വൈജയന്തിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നു. അലീന ടെൻഷനോടുകൂടി റൂമിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഒരു ശബ്ദം കേട്ട് ഞെട്ടി റൂമിലേക്ക് ഓടി വന്ന അലീന കാണുകയാണ് ബോധം കെട്ട് വീണ് കിടക്കുന്ന ബാലചന്ദ്രനെ. അയ്യോ സാറേ എന്ന് വിളിച്ച് ടെൻഷനോടുകൂടി അരികിലേക്ക് ഓടി വന്ന് അവിടെ ഇരിക്കുന്ന വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിക്കുകയാണ് അലീന. ബാലൻ കണ്ണു തുറക്കുന്നില്ല. കവളിൽ തട്ടി ഭയത്തോടുകൂടി ഉറക്കെ സാറേ എന്ന് വിളിക്കുകയാണ് അലീന. മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടി വന്ന അലീന പറയുന്നു, മുത്തശ്ശി, ബാലചന്ദ്രൻ സാർ വീണു. ഞെട്ടി മുത്തശ്ശി പറയുന്നു, അയ്യോ എവിടെയാ? എന്റെ ഈശ്വര. അലീന പറയുകയാണ്, ഫോൺ എടുത്തു കൊടുത്തുകൊണ്ട് മുത്തശ്ശി ചോദിക്കുന്നു, എന്നെ പറ്റിയതാ മോളെ? അലീന പറയുന്നു, സാറിന് അറ്റാക്ക് ആണെന്ന് തോന്നുന്നു. നെഞ്ചത്ത് കൈവച്ച മുത്തശ്ശി പറയുന്നു, എന്റെ ഗുരുവായൂരപ്പ. അലീന ഫോണിലൂടെ പറയുന്നു, ഹലോ, ആംബുലൻസ് വരണം, ഇത് നെടുമ്പുരക്കിൽ ബാലചന്ദ്രൻ സാറിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുക. മേനോൻ സാറിന് പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടായി, വീണ് കിടക്കുക. ഡോക്ടറും നേഴ്സും എല്ലാവരും വരണം, പെട്ടെന്ന് വരണേ. ഡോക്ടർ ശർമ്മയുടെ വീടിന്റെ നേരെ എതിർവശത്താ.
പ്ലീസ് പെട്ടെന്ന് വരണേ. അങ്ങനെ അലീന ഫോൺ കട്ട് ചെയ്യുമ്പോൾ മുത്തശ്ശി പറയുന്നു, മോളെ ആ ശർമ്മ ഡോക്ടർ അവിടെ ഉണ്ടോ നോക്കിയേ. ഡോക്ടറുടെ നമ്പർ ഉണ്ടോ? അലീന പറയുന്നു, ഞാൻ ഇതില് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു മുത്തശ്ശി. മുത്തശ്ശി പറയുന്നു, വിളിക്ക്. ഇത് കേട്ട് അലീന ശർമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, ഹലോ ഡോക്ടറെ. അലീനയാ. ബാലചന്ദ്രൻ സാറ് കുഴങ്ങി വീണു. ഇവിടെ ഉണ്ടെങ്കിൽ ഡോക്ടർ ഓടി വരണേ. സാർ ബോധം കെട്ട് കിടക്കുക. പെട്ടെന്ന് വരണേ. ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ അലീന പുറത്തേക്ക് പോവുകയാണ്. മുത്തശ്ശി പറയുന്നു, അയ്യോ എനിക്ക് വയ്യ എന്റെ ഭഗവാനെ, എന്റെ ഈശ്വര. മനുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന അലീന പറയുകയാണ്, ഒന്ന് പെട്ടെന്ന് എടുക്കും മനുവേട്ട പ്ലീസ്. ഫോൺ അറ്റൻഡ് ചെയ്ത മനുവിനോട് അലീന പറയുന്നു, മനുവേട്ട ബാലചന്ദ്രൻ സാറ് റൂമിൽ വീണു. ഇത് കേട്ട് ഞെട്ടി മനു ചോദിക്കുന്നു, വീണെന്നോ? എങ്ങനെ വീണു? അലീന പറയുന്നു, അറിയത്തില്ല മനുവേട്ട, സ്ട്രോക്ക് ആണെന്നാ തോന്നുന്നത്. ഞാൻ CPR കൊടുത്തു, ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. മനുവേട്ടൻ വരണേ. മനു ചോദിക്കുന്നു, ഇപ്പൊ അങ്കിൾ എവിടെയാ? അലീന പറയുന്നു, വീണെടുത്ത് തന്നെ കിടക്കുക. എനിക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആംബുലൻസ് വരണം. മനു പറയുന്നു, ആംബുലൻസ് വരുന്നത് വരെ നീ അങ്കിളുടെ അടുത്ത് ഉണ്ടാവണം കേട്ടോ. ഞാനിതാ ഉടനെ തിരിക്കുക. വൈജയന്തിയുടെ ഫോണിലേക്ക് വിളിച്ച അലീന പറയുന്നു, ബാലചന്ദ്രൻ സാറ് റൂമിൽ കുഴങ്ങി വീണു. ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. ബോധം കെട്ട് കിടക്കുക. വൈജയന്തി ചോദിക്കുന്നു, എങ്ങനെ വീണു? ബാലചന്ദ്രൻ എപ്പോ വന്നു? വീഴാൻ എന്താ കാരണം? അലീന പറയുന്നു, അതൊക്കെ മേഡം വന്നിട്ട് അന്വേഷിച്ചാ മതി. ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. ഡോക്ടർ ശർമ്മയെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നാൽ ഞാൻ തിരിച്ചു വിളിക്കാം. ഗേറ്റ് കടന്നു വരുന്ന ഡോക്ടർ ശർമ്മയെ കണ്ട് ഓടി വന്ന അലീന പറയുന്നു, ഡോക്ടറെ ഒന്ന് വേഗം വരണേ. ശർമ്മ ചോദിക്കുന്നു, എന്ത് പറ്റി വേനോന്? അലീന പറയുകയാണ്, കുഴങ്ങി വീണതാണെന്ന് തോന്നുന്നു. വിളിച്ചിട്ടും മുഖത്ത് വെള്ളം കുടങ്ങിട്ടും ഒന്നും എഴുന്നേൽക്കുന്നില്ല. ശർമ്മ ചോദിക്കുന്നു, CPR കൊടുത്തോ? നീ GD പഠിച്ചതല്ലേ? അലീന പറയുന്നു, CPR കൊടുത്തു. അപ്പോൾ ശർമ്മ ചോദിക്കുകയാണ്, ആംബുലൻസ് വിളിച്ചോ? വിളിച്ചോ എന്ന് പറഞ്ഞ ശർമ്മയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ഓടി പോവുകയാണ് അലീന. തുടർന്ന് ആംബുലൻസ് വരുന്ന ശബ്ദം കേട്ട് ഭയത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ് മുത്തശ്ശി. ആംബുലൻസിൽ നിന്ന് ഇറങ്ങിയ ഡോക്ടറിന്റെ അരികിലേക്ക് ഓടി വന്ന അലീന കാര്യങ്ങൾ പറയുകയാണ്. ഡോക്ടർ അകത്തേക്ക് ഓടി പോകുന്നു. പിന്നാലെ സ്ട്രക്ചറുമായി വരികയാണ് അറ്റൻഡർമാരും നേഴ്സുമെല്ലാം. വൈജയന്തിയും ടെൻഷനോടുകൂടി കാറിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ബാലചന്ദ്രനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് ഹോസ്പിറ്റൽ ICUവിൽ ബോധമില്ലാതെ കിടക്കുകയാണ് ബാലചന്ദ്രൻ. മനുവും അലീനയും ഹോസ്പിറ്റലിലുണ്ട്. അവിടേക്ക് വന്ന വൈജയന്തി ചോദിക്കുന്നു, ഇവളെന്തിനാ ഇവിടെ? ഇത് കേട്ട് അലീന മനുവിനെ നോക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി മനു ചോദിക്കുന്നു, ആന്റിയുടെ തലയിലാണോ അവള് നിൽക്കുന്നത്? ഇത് കേട്ട് വൈജയന്തി ഞെട്ടി ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ അലീനയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് മനു. ഇത് കണ്ട് ഞെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് വൈജ. അലീനയുടെ കയ്യിൽ പിടിച്ച് മനു അലീനയും കൂട്ടി കാറിന്റെ അരികിലേക്ക് പോകുന്നു. തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന മനുവിനോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറയുകയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് കണ്ടു തുറന്ന ബാലചന്ദ്രന്റെ അരികിലേക്ക് വന്നിരുന്ന് സംസാരിക്കുകയാണ് കൃഷ്ണ. അമ്മയ്ക്ക് അച്ഛനെ കാണണമായിരുന്നു എന്ന് കൃഷ്ണ പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി പതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി ശ്രമിക്കുകയാണ് ബാലചന്ദ്രൻ. കൃഷ്ണയും സിസ്റ്ററും തടയാനായി ശ്രമിക്കുന്നു. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.